തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിത വഴിത്താരയിൽ തണലായി എന്നും നമ്മെ പൊതിയുന്ന തിരുഹൃദയത്തിൻ്റെ ശാന്തിയും സമാധാനവും നമ്മളെ എന്നും പൊതിഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. ആളുകൾ തങ്ങളുടെ തിരക്കിലാണ്, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടുകയാണ്. ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, അടുത്ത ട്രെയിൻ വരാൻ സമയമായി. ആളുകൾ ആ ട്രെയിനിലേക്ക് കയറാൻ ഓടുകയാണ്. ആ അവസരത്തിൽ അവിടെയുള്ള ഒരു വൃദ്ധനായ ഒരു കച്ചവടക്കാരനെ തട്ടിമറിച്ചാണ് ആളുകൾ പോകുന്നത്. ഈ തിരക്കിനിടയിൽ അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ വീഴുകയാണ്. അദ്ദേഹം തൻ്റെ കണ്ണടയും മറ്റ് കച്ചവട വസ്തുക്കളും തപ്പിത്തടഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഒരു പയ്യൻ വന്ന് അദ്ദേഹത്തെ സഹായിക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണട എടുത്ത് കണ്ണിൽ വെച്ച് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന പൊടികളെയും ഒക്കെ തട്ടിക്കളഞ്ഞ് അവിടെ ഒരു സീറ്റിലിരുത്തിയിട്ട് ഈ പയ്യൻ ചെന്ന് ആ കച്ചവട വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ ബാഗും എടുത്ത് ഇദ്ദേഹത്തെ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഈ വൃദ്ധനായ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: താങ്കൾ ക്രിസ്തുവാണ്? നമ്മുടെയും ജീവിതത്തിൽ അനുദിനം ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ മാംസളമായ മനുഷ്യഹൃദയങ്ങൾ തിരുഹൃദയം പോലെ ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പഴയ നിയമത്തിലെ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറുന്ന അവസരമുണ്ട്. ഇന്നലകളെ നോക്കി ഉപ്പുതൂണായി മാറുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലുമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ ഒരു വേള അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളും നമ്മുടെ ഹൃദയങ്ങളും തിരുഹൃദയം ആവുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കും പ്രാർത്ഥിക്കാം ഈ ജൂൺ മാസത്തിൽ: ഈശോയെ, ഞങ്ങളുടെ ഹൃദയവും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. മാറാം, നമ്മുടെ ഹൃദയത്തെ മാറ്റാം. നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറട്ടെ. ഈശോ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.